ഓം ശാന്തി. 10/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ആശകളും പൂർത്തിയാകുന്നു. വയർ നിറയുന്നു, അതായത് തൃപ്തരാകുന്നു. ബാബ നിങ്ങളെ തൃപ്ത ആത്മാവ് ആക്കുന്നതിനായി വന്നിരിക്കുകയാണ്. ചോദ്യം: ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ല, എന്നാൽ തീർച്ചയായും ഭക്തരാണ്. എങ്ങനെ? ഉത്തരം: ദേഹാഭിമാനം ഉള്ളതുവരെയും ഭക്തരാണ്. നിങ്ങൾ ജ്ഞാനി ആകുന്നതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ പരീക്ഷ പാസ്സാകുന്നത്, കർമാതീതമായി മാറുന്നത്, അപ്പോൾ സമ്പൂർണ്ണ ജ്ഞാനി എന്ന് പറയും. പിന്നെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓം ശാന്തി. ഭക്തരും ഭഗവാനും രണ്ട് കാര്യങ്ങളാണല്ലോ. കുട്ടികളും പിതാവുമാണ്. ഭക്തർ അനേകമുണ്ട്, ഭഗവാൻ ഒന്നേ ഉള്ളൂ. കുട്ടികളായി നിങ്ങൾക്ക് വളരെ സഹജ കാര്യമായി തോന്നുന്നു. ആത്മാക്കൾ ശരീരത്തിലൂടെ ഭക്തി ചെയ്യുന്നു. എന്തുകൊണ്ട്? ഭഗവാനായ ബാബയുമായി കണ്ടുമുട്ടുന്നതിനായി. ഭക്തരായ നിങ്ങൾ ഇപ്പോൾ ഡ്രാമയെ മനസ്സിലാക്കി കഴിഞ്ഞു. എപ്പോഴാണോ പൂർണ്ണമായും ജ്ഞാനിയായി മാറുന്നത്, അപ്പോൾ ഇവിടെ ഇരിക്കുകയില്ല. സ്കൂളിൽ പഠിക്കുന്നു, പരീക്ഷ പാസ്സായി എങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങളെ ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിക്ക് പഠനത്തിന്റെ ആവശ്യമേ ഇല്ല. ഭക്തരെ ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ഭക്തി ചെയ്തു വന്നു. ഇപ്പോൾ ഭക്തിയിൽ നിന്നും മാറി ജ്ഞാനത്തിലേക്ക് എങ്ങനെ പോകും? ഇത് ബാബ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഭക്തി ചെയ്യുന്നില്ല, പക്ഷേ ദേഹാഭിമാനത്തിൽ വരുന്നുണ്ടല്ലോ. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഭക്തരാണെങ്കിൽ ഭഗവാനെ പോലും അറിയുന്നില്ല. സ്വയം പറയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ആരാണോ നമ്പർ 1 ഭക്തൻ, അയാളോടും ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഭഗവാന്റെ ഭക്തനായിരുന്നു? ആ ഒന്നിനെ അറിയാമായിരുന്നോ? വാസ്തവത്തിൽ ഭഗവാനും ഒന്നാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ അനേകം ഭഗവാനായി കഴിഞ്ഞു. സ്വയം ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനെ പറയുന്നത് അജ്ഞാനം എന്നാണ്. ഭക്തിയിൽ ഘോര അന്ധകാരമാണ്. അത് ഭക്തിമാർഗമാണ്. ഭക്തർ പാടുന്നു, ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ജ്ഞാനാഞ്ജനം ഗുരുക്കന്മാർക്ക് നൽകാൻ സാധിക്കില്ല. ഗുരുക്കന്മാർ അനേകമുണ്ട്. കുട്ടികളായി നിങ്ങൾക്കറിയാം, ഭക്തിയിൽ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്, ആരെയാണ് ഓർമ്മിച്ചിരുന്നത്, ആരെയാണ് പൂജിച്ചിരുന്നത്. നിങ്ങളുടെ ആ ഭക്തിയുടെ അന്ധകാരം ഇപ്പോൾ വിട്ടുപോയി. കാരണം ബാബയെ അറിഞ്ഞു കഴിഞ്ഞു. ബാബ പരിചയം നൽകി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ ഈ ശരീരത്തോടൊപ്പം പാർട്ട് അഭിനയിച്ചു. നിങ്ങളുടേത് പരിധിയില്ലാത്ത ജ്ഞാനമാണ്. പരിധിയില്ലാത്ത പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പരിധിയുള്ളതിൽ നിന്നും മാറി ഇപ്പോൾ പരിധിയില്ലാത്തതിലേക്ക് പോയി. ഈ ലോകം തന്നെ വർദ്ധിച്ച് എത്ര പരിധിയില്ലാത്തതിലേക്ക് പോയിരിക്കുന്നു. പിന്നെ തീർച്ചയായും പരിധി ഉള്ളതിലേക്ക് വരും. പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക്, പരിധിയില്ലാത്തതിൽ നിന്നും പരിധി ഉള്ളതിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. ആത്മാവ് ചെറിയ സ്റ്റാർ പോലെയാണ്. ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്, എന്നിട്ടും ഇത്രയും വലിയ ലിംഗം ഉണ്ടാക്കുന്നു. അവരും എന്തു ചെയ്യും? കാരണം ചെറിയൊരു ബിന്ദുവിന്റെ പൂജ ചെയ്യാൻ സാധിക്കില്ല. ഭൃഗുടിയുടെ മധ്യത്തിൽ അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ആ നക്ഷത്രത്തിന്റെ ഭക്തി എങ്ങനെ ചെയ്യും? ഭഗവാനെക്കുറിച്ച് ആർക്കും അറിയില്ല. ആത്മാവിനെക്കുറിച്ച് അറിയാം. ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്തിൽ വസിക്കുന്നു, ഇത്രമാത്രം. ആത്മാവ് തന്നെയാണ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നത് എന്നത് ബുദ്ധിയിൽ വരുന്നില്ല. ആദ്യം നിങ്ങൾ തന്നെയാണ് പൂജ ചെയ്തിരുന്നത്. വലിയ ലിംഗം ഉണ്ടാക്കുന്നു. ദിനം പ്രതിദിനം രാവണന്റെയും വലിയ ചിത്രമുണ്ടാക്കുന്നു. ചെറിയ രാവണനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മനുഷ്യനാണെങ്കിൽ ചെറുതായിരിക്കും, പിന്നെ വലുതാകുന്നു.
രാവണനെ ഒരിക്കലും ചെറുതായി കാണിക്കുന്നില്ല. അത് ചെറുതും വലുതും ആകുന്നില്ല. അത് ഒരു സ്ഥൂല വസ്തുവല്ല. രാവണൻ എന്ന് 5 വികാരങ്ങളെയാണ് പറയുന്നത്. 5 വികാരങ്ങളുടെ വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാരണം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. മുൻപ് ഇത്രയും ദേഹാഭിമാനം ഉണ്ടായിരുന്നില്ല. പിന്നെ വർദ്ധിച്ചു വന്നു. ഒന്നിൻ്റെ പൂജ ചെയ്തു, പിന്നെ മറ്റൊന്നിൻ്റെ പൂജ ചെയ്തു. ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ആത്മാവ് തമോ പ്രധാനമായി മാറി. എപ്പോഴാണ് സദോ പ്രധാനമായിരിക്കുന്നത് എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ തമോ പ്രധാനം എപ്പോഴാണ് ആകുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ തീർത്തും അജ്ഞരാണ്. നോളജ് ഡിഫിക്കൽട്ടൊന്നുമല്ല. ബാബ വന്ന് തീർത്തും സഹജമായ നോളജ് കേൾപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നിരുന്നാലും മുഴുവൻ പഠനത്തിൻ്റെയും സാരമായി അവശേഷിക്കുന്നത് ഇതാണ്: നമ്മൾ ആത്മാവ് ബാബയുടെ കുട്ടികളാണ്. ബാബയെ ഓർമ്മിക്കണം. കോടിയിൽ ചിലർ എന്നും പാടപ്പെട്ടിട്ടുണ്ട്. എത്ര കുറച്ചു പേരാണ് വരുന്നത്? കോടിയിൽ ചിലർ തന്നെയാണ് യഥാർത്ഥ രീതിയിൽ അറിയുന്നത്. ആരെ? ബാബയെ. ഇങ്ങനെയൊരു പിതാവ് എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് പറയുന്നു. സ്വന്തം പിതാവിനെ എല്ലാവരും അറിയുന്നുണ്ട്. പിതാവിനെ എന്തുകൊണ്ട് മറന്നുപോയി? ഇതിൻ്റെ പേര് തന്നെ ഭൂൽ ഭുലയ്യയുടെ കളി എന്നാണ്. അതായത് അകത്ത് കയറിയാൽ തിരിച്ചിറങ്ങാൻ കഴിയാത്ത വിധം ദുർഘടമായ അനേകം ചുറ്റുവഴികളുള്ളത്. ഒന്നാണ് പരിധിയുള്ള പിതാവ്, മറ്റൊന്നാണ് പരിധിയില്ലാത്ത പിതാവ്. 2 പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. പരിധിയുള്ള പിതാവിൽ നിന്നും അല്പം സമ്പത്ത് ലഭിക്കുന്നു. ദിനം പ്രതിദിനം തീർത്തും കുറവായിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നും തന്നെ ഇല്ലാത്തതുപോലെ. പരിധിയില്ലാത്ത പിതാവ് വരാത്തത് വരെയും വയറ് നിറയുന്നതേയില്ല. അതായത് തൃപ്തമാവുകയില്ല. മുഴുവൻ വയറും ഒഴിഞ്ഞു പോകുന്നു. ബാബ വന്ന് വയറ് നിറയ്ക്കുന്നു, തൃപ്തമാക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ഒരു വസ്തുവിൻ്റെയും ആവശ്യമേ ഉണ്ടായിരിക്കാത്ത വിധം ഓരോ കാര്യത്തിലും വയറ് നിറയ്ക്കുന്നു. എല്ലാ ആശകളും പൂർത്തീകരിക്കുന്നു. തൃപ്ത ആത്മാവായി മാറുന്നു. ഇതുപോലെ ബ്രാഹ്മണരെ കഴിപ്പിക്കുമ്പോൾ ആത്മാവ് തൃപ്തമാകുന്നു. ഇത് പരിധിയില്ലാത്ത തൃപ്തിയാണ്. നോക്കൂ എത്രമാത്രം വ്യത്യാസമാണുള്ളത്. ആത്മാവിൻ്റെ പരിധിയുള്ള തൃപ്തിയും പരിധിയില്ലാത്ത തൃപ്തിയും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത് എന്ന് നോക്കൂ. ബാബയെ അറിയുന്നതിലൂടെ തന്നെയാണ് തൃപ്തി ഉണ്ടാകുന്നത്. കാരണം ബാബ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. പിതാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നുവല്ലോ. ചിലർ പറയുന്നു ഇത് നേച്ചറാണ്, നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്രഹ്മത്തിൽ ആരും ലയിക്കുന്നില്ല. ഇത് അനാദിയായ ഡ്രാമയാണ്. അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ആവശ്യം തീർത്തും ഇല്ല. 4 യുഗങ്ങളുടെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ബാബ ഒന്നേ ഉള്ളൂ. ലോകവും ഒന്ന് തന്നെയാണ്. ലോകരാണെങ്കിൽ എത്ര തലയിട്ടടിക്കുന്നു. മൂണിൽ ലോകമുണ്ടെന്നും നക്ഷത്രങ്ങളിലും ലോകമുണ്ടെന്നും വിചാരിക്കുന്നു. എത്ര അന്വേഷിക്കുന്നു. മൂന്നിലും പ്ലോട്ട് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? എങ്ങനെ പൈസ നൽകും? ഇതിനെ പറയുന്നത് സയൻസിൻ്റെ ഗർവ് എന്നാണ്. ബാക്കി യാതൊന്നുമില്ല. ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് മായയുടെ പോംപാണല്ലോ. സ്വർഗത്തേക്കാൾ കൂടുതൽ ഷോ ചെയ്ത് കാണിക്കുന്നു. സ്വർഗത്തെയാണെങ്കിൽ മറന്നേ പോയി. സ്വർഗത്തിൽ അളവറ്റ ധനമുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ തന്നെ നോക്കൂ, എത്ര ധനം കൊണ്ടുപോയി. ഭാരതത്തിൽ തന്നെയാണ് ഇത്രയും ധനമുണ്ടായിരുന്നത്. വളരെയധികം ഖജനാവുകൾ നിറഞ്ഞിരുന്നു. മുഹമ്മദ് ഗസ്നി വന്നു കൊള്ളയടിച്ചു കൊണ്ടുപോയി. പകുതിക്കൽപ്പം നിങ്ങൾ സമർത്ഥമായിരിക്കുന്നു. മോഷണത്തിൻ്റെയോ മറ്റോ പേര് പോലും ഉണ്ടായിരിക്കുന്നില്ല. രാവണ രാജ്യമേ ഇല്ല. രാവണ രാജ്യം ആരംഭിച്ചു. മോഷണവും കൊള്ളയും വഴക്കും മറ്റും ആരംഭിക്കുകയും ചെയ്തു. രാവണന്റെ പേര് പറയുന്നു. ബാക്കി രാവണൻ എന്ന ആരുമില്ല. വികാരങ്ങളുടെ പ്രവേശനം ഉണ്ടായി. രാവണനു വേണ്ടി മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്യുന്നത്.
എത്ര ആഘോഷിക്കുന്നു. നിങ്ങളും ദസറ ആഘോഷിക്കുമായിരുന്നു. രാവണനെ എങ്ങനെയാണ് കത്തിക്കുന്നത് എന്ന് കാണാൻ പോകുമായിരുന്നു. പിന്നെ സ്വർണം കൊള്ളയടിക്കാൻ പോകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ വണ്ടർ തോന്നുന്നു. എന്തായി മാറിയിരുന്നു. എത്ര പൂജയും മറ്റും ചെയ്തിരുന്നു. ഏതെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തിമാർഗത്തിൽ പാവകളുടെ കളി പോലെയാണ്. അതും എത്ര സമയം നടക്കുന്നു എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. തുടക്കം മുതൽ ഇത്രയും ചെയ്യുമായിരുന്നില്ല. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ച് ഇപ്പോൾ നോക്കൂ എന്തവസ്ഥയായിരിക്കുകയാണ്. ഇത്രയും ചിലവ് ചെയ്ത് ചിത്രവും ക്ഷേത്രവും മറ്റും എന്തുകൊണ്ടുണ്ടാക്കുന്നു. ഇത് വേസ്റ്റ് ഓഫ് മണിയാണ്. ക്ഷേത്രവും മറ്റും ഉണ്ടാക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവ് ചെയ്യുന്നു. ബാബ എത്ര സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ കുട്ടികളായി നിങ്ങൾക്ക് അളവറ്റ ധനം നൽകി. അതെല്ലാം എവിടെ പാഴാക്കി. രാവണ രാജ്യത്തിൽ നിങ്ങൾ എന്തിൽ നിന്നും എന്തായിരിക്കുകയാണ്. ഈശ്വരൻ നിശ്ചയിച്ചതിൽ തൃപ്തമായിരിക്കണം എന്നല്ല. ഇത് ഈശ്വരൻ നിശ്ചയിച്ചതൊന്നുമല്ല. ഇത് മായ നിശ്ചയിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരന്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നു. അവിടെയാണെങ്കിൽ ദുഃഖത്തിന്റെ ഏതെങ്കിലും കാര്യം ഉണ്ടായിരിക്കില്ല. ഈശ്വരൻ നിശ്ചയിക്കുന്നതും ആസുരീയതയാൽ നിശ്ചയിക്കപ്പെട്ടതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ജ്ഞാന ഇഞ്ചക്ഷൻ ആർക്ക് ഏൽക്കുന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നയാൾക്ക് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ നന്നായി ഏറ്റു. ഇന്നയാൾക്ക് ഏറ്റത് കുറവാണ്. ഇന്നയാൾക്ക് തീർത്തും ഏറ്റതേയില്ല. ഇത് ബാബ തന്നെയാണല്ലോ അറിയുന്നത്. സർവീസിന്മേലാണ് മുഴുവൻ ആധാരവും. സർവീസിലൂടെ തന്നെയാണ് ബാബ പറഞ്ഞു തരുന്നത്. ഇന്നയാൾക്ക് ഇഞ്ചക്ഷൻ ഏറ്റില്ല. തീർത്തും സർവീസ് ചെയ്യുവാൻ അറിയുന്നേയില്ല. ഇങ്ങനെയുമുണ്ട്. ചിലർക്ക് കൂടുതൽ ഇഞ്ചക്ഷൻ ഏറ്റു, ചിലർക്ക് തീർത്തും ഏറ്റില്ല. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി എന്ന് പറയുന്നു. ജ്ഞാനത്തിൻ്റെയും സുഖത്തിൻ്റെയും സാഗരം പരംപിത പരമാത്മാവാണ്. പിന്നെ ആ ഒന്നിനെ കല്ലിലും മൺകട്ടയിലും തള്ളിയിട്ടു. കുട്ടികൾക്ക് എത്ര നിശ്ചയമുണ്ടായിരിക്കേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത സുഖം നൽകുന്നു. ഇങ്ങനെ പാടുകയും ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബ, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ നമ്മൾ അങ്ങയുടേത് തന്നെയാകും. അങ്ങയുടെ മതത്തിലൂടെ തന്നെ നടക്കും. ഭക്തിയിൽ ബാബയെക്കുറിച്ച് അറിയുകയില്ല. ഈ പാർട്ട് ഇപ്പോൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെയാണ് ബാബ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അറിയുന്നുണ്ട്. ഈ പഠനത്തിന്റെ പാർട്ട് വീണ്ടും 5000 വർഷത്തിനു ശേഷം നടക്കും. ബാബ വീണ്ടും 5000 വർഷത്തിനു ശേഷം വരും. ആത്മാക്കൾ ഏവരും സഹോദരന്മാരാണ്. പിന്നെ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. മനുഷ്യ സൃഷ്ടിയുടെയും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കളുടെയും സ്റ്റോക്ക് ഉണ്ടല്ലോ. മനുഷ്യരുടെ സ്റ്റോക്ക് പൂർണ്ണമാകുന്നത് എത്രയായിരിക്കുമോ അത്രയും തന്നെ ആത്മാക്കളുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കും. ഒരു ആക്ടർ പോലും കുറവോ കൂടുതലോ ആയിരിക്കില്ല. ഇതെല്ലാം പരിധിയില്ലാത്ത ആക്ടേഴ്സാണ്. ഇവർക്ക് അനാദി പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് വണ്ടർഫുൾ ആണല്ലോ. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ എത്ര വിവേകശാലി ആയിരിക്കുന്നു. ഈ പഠനം എത്ര ഉയർന്നതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നവൻ സ്വയം ജ്ഞാനത്തിന്റെ സാഗരമായ ബാബയാണ്. മറ്റുള്ളവരെല്ലാം ഭക്തിയുടെ സാഗരമാണ്. ഏതുപോലെ ഭക്തിക്ക് മാന്യതയുണ്ട്, അതേപോലെ ജ്ഞാനത്തിനും മാന്യതയുണ്ട്. ഭക്തിയിൽ മനുഷ്യർ ഈശ്വരാർത്ഥം എത്ര ദാനപുണ്യം ചെയ്യുന്നു. കാരണം എത്ര വലിയ വലിയ വേദശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അന്തരം ലഭിച്ചു. എത്ര വിശാല ബുദ്ധി ആവശ്യമാണ്. നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും ആരിലും പോകില്ല. നമുക്ക് ഈ കിങ്ങിനെയും ക്യൂനെയും കാണണം എന്ന് നിങ്ങൾ പറയുമോ? അവരെ എന്ത് കാണാനാണ്? ഹൃദയത്തിൽ ആശയമൊന്നും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഇല്ലാതാകാൻ പോകുന്നവയാണ്. ആരുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഇല്ലാതാകാൻ പോകുന്നതാണ്.
വയർ ആവശ്യപ്പെടുന്നതേ 2 റൊട്ടിയാണ്. എന്നാൽ ഇതിനു വേണ്ടി എത്ര പാപം ചെയ്യുന്നു. ഈ സമയത്ത് ലോകത്തിൽ പാപം തന്നെ പാപമാണ്. വയർ പാപം ചെയ്യിക്കുന്നു. അന്യോന്യം തങ്ങളുടെ മേൽ അസത്യമായ കളങ്കം ചാർത്തുന്നു. പൈസയും ധാരാളം സമ്പാദിക്കുന്നു. എത്ര പൈസ ഒളിപ്പിക്കുന്നു. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? എന്നാൽ ആര് എത്ര തന്നെ ഒളിപ്പിച്ചാലും മറഞ്ഞിരിക്കുക സാധ്യമല്ല. ഇപ്പോഴാണെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസും വരേണ്ടതുണ്ട്. ബാക്കി അല്പം സമയമേ ഉള്ളൂ. ബാബ പറയുന്നു, ശരീര നിർവഹാർത്ഥം എന്തു തന്നെ ചെയ്തുകൊള്ളും, അതിനുവേണ്ടി വിലക്കുന്നില്ല. കുട്ടികൾക്ക് സന്തോഷത്തിന്റെ രസം കയറേണ്ടതാണ്. ബാബയുടെയും സമ്പത്തിന്റെയും ഓർമ്മയുണ്ടായിരിക്കട്ടെ. ബാബ നിങ്ങളെ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഭൂമി, ആകാശം എല്ലാം തൻ്റേതായി മാറുന്നു. ഒരു പരിധിയും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾക്കറിയാം, നമ്മൾ തന്നെയാണ് അധികാരി ആയിരുന്നത്. ഭാരതം അവിനാശി ഖണ്ഡമാണ് എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. പരിധിയുള്ള പഠനത്തിൻ്റെയും സന്തോഷമുണ്ടായിരിക്കുന്നല്ലോ. ഇത് പരിധിയില്ലാത്ത പഠനമാണ്. പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കേണ്ടതാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഭൗതിക തൊഴിലും മറ്റും എന്താണ്? ഒന്നും തന്നെയല്ല. നമ്മൾ ബാബയിൽ നിന്നും എന്ത് സമ്പത്താണ് നേടുന്നത്? എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മളാണെങ്കിൽ ഭൗതികമായ തൊഴിലും മറ്റും ചെയ്തുകൊണ്ടും പോയി ശിരസിലെ കിരീടമാകും. ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകേണ്ടതാണ്. ആ തൊഴിൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പഴയ ലോകമാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ വിനാശത്തിനു വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ യുദ്ധമുണ്ടാകുമോ എന്ന ഭയം തോന്നും വിധത്തിൽ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഡ്രാമയനുസരിച്ച് നടക്കുക തന്നെ വേണം. ഈശ്വരൻ ചെയ്യിക്കുന്നു എന്നൊന്നുമല്ല, ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇന്നല്ലെങ്കിൽ നാളെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം തീർച്ചയായും ആവശ്യമാണ്. ഈ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ സ്മരിച്ച് സന്തോഷിക്കണം. ബാബ ഈ രഥത്തെയും സ്വീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് യാതൊന്നും തന്നെയില്ല, സർവ്വതും ഉപേക്ഷിച്ചു. പരിധിയില്ലാത്ത ചക്രവർത്തി പദം ലഭിക്കുമ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്തു ചെയ്യുവാനാണ്? ബാബയുടെ ഗീതവും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമന് അള്ളാഹുവിനെ ലഭിച്ചു. അപ്പോൾ പിന്നെ ഈ കഴുത്ത പദം കൊണ്ട് എന്തു ചെയ്യുവാനാണ്? കുറവോ കൂടുതലോ നൽകി പൂർണ്ണമായും അവസാനിപ്പിച്ചു. ശരീരവും ബാബയ്ക്ക് നൽകി. ആഹാ, ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അനേകം തവണ അധികാരിയായി. എത്ര സഹജമാണ്. നിങ്ങൾ തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൊള്ളൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആരിലും കണ്ണുകൾ കുടുങ്ങിപ്പോകാത്ത വിധം തൃപ്തരും വിശാല ബുദ്ധിയും ആകണം. മനസ്സിൽ യാതൊരു ആശയും ഉണ്ടാകരുത്. കാരണം ഇതെല്ലാം വിനാശമാകേണ്ടതുണ്ട്. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും സന്തോഷത്തിൻ്റെ രസം സദാ കയറിയിരിക്കട്ടെ. ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കട്ടെ. ബുദ്ധി പരിധി ഉള്ളതിൽ നിന്നും മാറി സദാ പരിധിയില്ലാത്തതിൽ ഇരിക്കട്ടെ. വരദാനം. തീവ്ര പുരുഷാർത്ഥത്തിലൂടെ എല്ലാ ബന്ധനങ്ങളെയും ക്രോസ് ചെയ്ത് മനോരഞ്ജനം അനുഭവിക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. പല കുട്ടികളും പറയുന്നു, പൊതുവേ ഞാൻ നന്നായിരിക്കുന്നു. എന്നാൽ ഈ കാരണം ഉണ്ടല്ലോ, സംസ്കാരങ്ങളുടെ, വ്യക്തികളുടെ, വായുമണ്ഡലത്തിൻ്റെ ബന്ധനമുണ്ട്. എന്നാൽ കാരണം എങ്ങനെയുള്ളതും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ,
തീവ്ര പുരുഷാർത്ഥികൾ എല്ലാ കാര്യങ്ങളെയും ഈ വിധം ക്രോസ് ചെയ്യുന്നു, ഒന്നും തന്നെ ഇല്ലാത്തതുപോലെ. അവർ സദാ മനോരഞ്ജനം അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിയെയാണ് പറക്കുന്ന കല എന്ന് പറയുന്നത്. പറക്കുന്ന കലയുടെ അടയാളമാണ് ഡബിൾ ലൈറ്റ്. അവരെ ഒരു പ്രകാരത്തിലുള്ള ഭാരത്തിനും ചഞ്ചലതയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കില്ല. സ്ലോഗൻ: ഓരോ ഗുണത്തെയും ജ്ഞാനത്തിൻ്റെ കാര്യത്തെയും തൻ്റെ നിജ സംസ്കാരമാക്കൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ ദുഃഖാശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.